നിങ്ങൾ വായിച്ചു കണ്ടോ? നിങ്ങൾ തന്നെ വായിച്ചു. ഞാൻ വായിക്കണില്ല കണ്ടോ? അതാണ് അവരയച്ച മെസ്സേജ് കണ്ടോ? ബോലോ ഉടായിപ്പാണ് ആണ് എന്നെനിക്കറിയാം. നീ എന്നോട് തരത്തിൽ പോയി കളിക്കാൻ പറയാൻ നീ ആരാണ്? ആദ്യം നീ പോയി നിന്റെ തന്തയെ കൂട്ടിക്കൊണ്ടു വാ. കണ്ടോ? ഇതാണ് അവരയച്ചട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് ആണ് ഇത്. മലരെ ഇത്ര നേരം ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ. വെറുതെ ഇപ്പൊ നീ കാണിക്കുന്നത് കണ്ടോ, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ മൈര വെറുതെ. ഹലോ ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസമാണ് സുജിന്റെ തെരുവിളി മല്ലു ഫാമിലിയിലെ സുജിന്റെ തെരുവിളി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചെയ്യാൻ വരട്ടെ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ഒരു മറുപടി ആയിട്ട് സുജിൻ വരാതിരിക്കില്ല. കാരണം സുജിൻ അങ്ങനെയാണ്, തനിക്കെതിരെയോ അല്ലെങ്കിൽ തന്നെ കുറിച്ചോ ആണെങ്കിലൊക്കെ എന്തെങ്കിലും വീഡിയോ ചെറുത് കണ്ടാൽ പോലും സുജിൻ മറുപടി ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഈ വീഡിയോക്കും എന്തായാലും സുജിൻ മറുപടി ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ പ്രതീക്ഷകളൊന്നും തെറ്റിച്ചിട്ടില്ല മല്ലു ഫാമിലിയിലെ സുജിൻ. കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ അതിന്റെ മറുപടി ആയിട്ട് ഒരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എന്തോ സുജിനോട് റെസ്പെക്റ്റ് ആണ് തോന്നിയത്, അങ്ങനെ തന്നെ പറയാം. കാരണം ഇതിനു മുമ്പ് സുജിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സുജിന് എതിരെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ സംസാരിക്കേണ്ട രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് മല്ലു ഫാമിലിയിലെ സുജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുജിനെതിരെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ സുജിൻ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഓൺലൈൻ തട്ടിപ്പിന്റെ മറ്റൊരു വിഭാഗത്തിൽ പെടുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ ഒക്കെ ഫാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ അവരോട് ചെറിയ ചെറിയ നല്ല രീതിയിലൊക്കെ ചാറ്റ് ചെയ്യാം, പിന്നീട് തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയാം, പിന്നീട് പൈസ തിറക്കാം, പൈസ കിട്ടാണ്ടാവുമ്പോൾ തെറി പറയാം. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സുജിൻ തെറി പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ സുജിനോട് ഈ പറയുന്ന ഫാൻ വന്ന് സംസാരിക്കുന്ന ഒരു ചാറ്റ് ഉണ്ട്. ഈ ചാറ്റിൽ സുജിൻ പറഞ്ഞ തെറി മാത്രമാണ് ആ വ്യക്തി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് ഏതാണ് വ്യക്തി എന്നോ ഏതാണ് ചാനലോ എന്ന് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ ചാറ്റ് ചെയ്തതും ഇത് വെച്ചിട്ട് താൻ സെലിബ്രിറ്റി ആവാനോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും നേടാനോ വേണ്ടിയാണ് ആ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് അയാളുടെ അങ്ങനത്തെ ഒരു ചിന്തയെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ആ ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ചാനലിന്റെ പേരൊന്നും ഞാനിവിടെ പറയാത്തത്. പകരം സുജിന് ആദ്യം തന്നെ ഇയാൾ വിട്ടേക്കണ കമന്റ് അല്ലെങ്കിൽ ആദ്യം ഇയാൾക്ക് സുജിന് വിട്ടിരിക്കുന്ന മെസ്സേജ് നമുക്ക് വായിച്ചോ. അതിലൊരു ഫാനിനോട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിനോട് അയാളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു ഫാൻ എന്ന ലെവലിൽ തുടങ്ങുന്ന ചാറ്റാണ്. ഹായ് സുജിൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം സുജിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് പറയുന്നതിനേക്കാൾ മുമ്പ് ആ ചാറ്റിന്റെ ആദ്യ ഭാഗങ്ങൾ നമുക്കൊന്ന് കുറച്ച് കണ്ടു നോക്കാം. തുടർന്ന് അയാളുടെ സ്വഭാവം മാറുന്ന രീതി അതൊരു 4 ഘട്ടമായിട്ട് നമുക്ക് കാണിക്കാം. എങ്ങനെയാണെന്ന് ആദ്യം തന്നെ വളരെ ആദരവോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര ബഹുമാനത്തോട് റെസ്പെക്റ്റോട് കൂടിയൊക്കെ തുടങ്ങുന്നു. പിന്നീട് അവിടെ ഒരു സഹതാപം കാണുന്നു. പിന്നീട് അവിടെ ഒരു ഉഡായ്പ് കാണുന്നു. പിന്നീട് തന്റെ ഉഡായ്പുകളോ അല്ലെങ്കിൽ തന്റെ ഈ ഫേക്ക് തരം പൊളിഞ്ഞു എന്ന് കാണുമ്പോൾ കാണിക്കുന്ന അഗ്രസീവ് അതാണ് കാണുന്നത്. അങ്ങനെ 4 ഭാഗമായിട്ടാണ് ഈ ചാറ്റ് എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ അയാളുടെ ഫാനോട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോട് തോന്നുന്ന ഒരു ആദരവ്, ബഹുമാനം, ആരാധന, ആ രീതിയിലുള്ള കുറച്ച് മെസ്സേജുകൾ നമുക്ക് കാണാം. ഇതാണ് ആ അക്കൗണ്ട് കേട്ടോ. എനിക്ക് ഈ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടും ഇവർ ഈ അക്കൗണ്ടത്തും ഈ യൂട്യൂബ് ഉണ്ടാക്കിയ ആൾക്കാരനെയാണ് തോന്നുന്നുണ്ട് എനിക്ക് മെസ്സേജ് ഉള്ളത്. അതായത് ഈ അക്കൗണ്ടിൽ 166K ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് പ്രൊഫൈല് കണ്ടോ, പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കണ്ടു. അവരെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് നേരെ കാണിച്ചു, നേരെ ശ്രദ്ധിച്ചോ. നമ്മളെ കൊണ്ടാക്കിയിട്ട് ആൾക്കാർ ചാനൽ തുടങ്ങാനും ഇങ്ങനെ ഇപ്പം ഈ വീഡിയോ ആ ആൾ കാണുകയാണെങ്കിൽ അവരടുത്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പൊന്നു മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല. കണ്ടോ, ഹലോ സുജിൻ ചേട്ടാ, ബിഗ് ഫാനാണ്, ഏട്ടാ പിന്നെ അതൊക്കെ കുറെ കരയണ സിമ്പിളുകൾ കിട്ടുന്നുണ്ട്. നേരെ കാണിച്ചാൽ ഒരു മിനിറ്റ് അവിടെ ബനി ഫോൺ ഒന്ന് വിളിച്ചാൽ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ നേരെ കാണിച്ചത് ക്ലിയർ ആവണില്ല ഗൈസ്. ശ്രദ്ധിച്ചോട്ടോ, അഞ്ച് ഫോൺ ഇറങ്ങും കേട്ടോ. സുജിൻ ചേട്ടാ കണ്ടോ, അതൊന്ന് റിപ്ലൈ തരുമോ ഏട്ടാ, പ്ലീസ് കണ്ടോ. ഞാൻ നിങ്ങളുടെ നിങ്ങളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നൂസിനെയും കിടുവിനെയും യുവമോളെന്ന് ഉദ്ദേശിച്ചത്. ഇത് യുവമോളെയും വത്സല അമ്മയും കുഞ്ചൂസിനെയും എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഹലോ കേട്ടില്ലേ, ഒരു ആരാധകൻ
താൻ ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മെസ്സേജ് വിടുകയാണ്. കുറെ മെസ്സേജ് വിട്ട് ഒന്ന് റീപ്ലൈ തരുമെന്നൊക്കെ ചോദിക്കുന്നു, റീപ്ലൈ കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ തന്റെ വീട്ടിലെ എന്ന് വെച്ചാൽ ആ സുജിന്റെ വീട്ടിൽ ഓരോരുത്തരും പേരെടുത്ത് പറയാണ്. അങ്ങനെ പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് ഒരു തവണ 2 തവണ ഒക്കെ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അയാളെ കുറിച്ചോ അയാളുടെ പേര് പോലും ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വരില്ല. പകരം നമ്മൾ ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ പല തവണയായിട്ട് ഇവരെ ചാനൽ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളിടുന്ന കണ്ടന്റ്, ആ കണ്ടന്റിൽ വരുന്ന ആൾക്കാർ അവരുടെ പേരൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയില് അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റിൽ ഇത്രയും പേര് ഇന്ന ആൾക്കാരെ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയെ പോലും എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അത്രയും ഡീപ്പായിട്ട് നിങ്ങളുടെ ചാനലിലും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് കണ്ടത്. ആ വീട്ടിലെ ഫാമിലിയുടെ പേരൊക്കെ എടുത്ത് പറയുന്നത്. അതിനുശേഷം അടുത്ത സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് തന്റെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, തന്റെ അവസ്ഥ, കഷ്ടപ്പാടുകളെ കുറിച്ച് സുജിൻ അറിയിക്കുന്നു. ഇത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്, ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടെന്ന് സുജിൻ അറിയിക്കുന്നതാണ് അടുത്ത ഭാഗം കാണിക്കുന്നത്. അതും കൂടി കണ്ടു നോക്കാം. പിന്നെ അത് ആ ഏട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു ആ പറഞ്ഞു. അപ്പോൾ അത് അവരിങ്ങനെ കുറച്ച് മലങ്ങനെ എഴുതി ഞാൻ വായിച്ചത് നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചുതരാം. എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ വീട്ടുജോലിക്ക് പോയാണ് എന്നെ നോക്കുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞങ്ങൾക്ക് ചെറിയൊരു ഫോൺ അടവിന് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഇപ്പോൾ അടവടയ്ക്കാൻ പറ്റുന്നില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും പൈസയില്ല. ഞാൻ +1 പഠിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അത് അവർക്ക് തെറ്റിനാണ്. അറിയുന്നില്ല. ഓക്കെ, ഏട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനൊരു 41 സെക്കൻഡിന്റെ വോയിസ് വെച്ചിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം, ഞാൻ ശ്രദ്ധിച്ചോളൂ. അയ്യോ ഓക്കെ. ഞാൻ അത്ര വലിയ ദാനശീലനാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നാലെ കഴിയുന്ന പോലെ ചെയ്യാം. ഫുള്ള് ഡീറ്റെയിൽസ് ആയിക്കിട്ടോ. എത്ര രൂപയുടെ ഫോൺ എടുത്തിന്, എത്ര അടവടച്ചു, എങ്ങനെ ലോൺ പറഞ്ഞാൽ എങ്ങനെ എടുത്തിട്ടാണ്, മറ്റേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണോ മറ്റേ ഐഡിയ അപ്പക്ക് കോൾ വന്നു. ഇതാണോ ഇതാ ഒന്ന് കട്ടോ, നേരോ അതുപോലെ തന്നെ ബജാജിന്റെ EMI ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഫുള്ള് ക്ലിയർ ആക്കി തരാം എന്നുള്ളതല്ല, എന്നാലെ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അമ്മ വീട്ടു ജോലിക്ക് പോകണം, അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. എല്ലാവരും ഓക്കെ, മറ്റേ ഫുള്ള് ഡീറ്റെയിൽസ് ആക്കി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ആക്കാം കേട്ടോ. എത്ര രൂപയെന്ന് എനിക്കറിയില്ല, എന്തായാലും ക്ലിയർ ആക്കി ഫുൾ ഡീറ്റെയിൽസ് ആക്കി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ക്ലിയർ ആക്കാം. ഓക്കെ കേട്ടല്ലോ. ഇതില് ഇപ്പൊ നമുക്ക് ആര് മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ എന്തൊരു ഹെൽപ്പ് വേണ്ടിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഡീറ്റെയിൽസ് വേണം. നമ്മൾ അവർക്ക് പൈസ കൊടുക്കില്ല, നിങ്ങളെ ഹോസ്പിറ്റൽ ബില്ല് അടക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് ലക്ഷങ്ങൾ. കൃത്യമായിട്ടുള്ള കാര്യമാണ് സുജിൻ ഈ പറയുന്ന ചാറ്റിൽ ആ വോയിസ് വിട്ടത്. അവരവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നു. എന്നെ കൊണ്ട് നടക്കില്ലെന്നല്ല പറഞ്ഞത്, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറയുന്നത് ഈ ഫോൺ EMI എടുത്താണ്. എന്നാൽ ഓക്കെ, അത് ഏത് രീതിയിലുള്ള EMI ആണ് എടുത്തിരിക്കുന്നത്, ഏത് ലോണാണ് എടുത്തിരിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ വിട്ടുകയോ അത് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ സുജിൻ അതേപോലെയുള്ള ഒരു കാര്യം തന്നെ പറഞ്ഞു. ഞാൻ ചെയ്യില്ല, സഹായിക്കില്ല എന്നല്ല പറഞ്ഞത്, പകരം ഞാൻ ചെയ്യാം, പകരം നിങ്ങൾക്ക് ആ സഹായം അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാകണം എന്ന് മാത്രമാണ് സുജിൻ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഇവരുടെ സ്വഭാവം കൂടി മാറി. അതും കൂടി നമുക്ക് കാണാം. ലക്ഷങ്ങൾ എടുത്തു കൊടുക്കുന്നല്ല, എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർ എനിക്കണ്ട, ഞാൻ വോയിസ് അയച്ചതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചത് ഏട്ടൻ എനിക്ക് ക്യാഷ് അയച്ച് തന്നാൽ മതി, ഞാൻ അടച്ചോളാം. കണ്ടോ, എന്തുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് വെച്ചൂടാ? അവർ എവിടെയാണ് ലോൺ എടുത്തത് ആ ഡീറ്റെയിൽസ് എനിക്ക് തന്നെ. ഇപ്പൊ എനിക്ക് അത്യാവശ്യത്തിന് ബജാജ് ഫൈനാൻസിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുറെ ആൾക്കാരെ പരിചയമുണ്ട്. ഇപ്പൊ IDFC ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് ആൾക്കാരൊക്കെ പരിചയം, കോൺടാക്ട് നമുക്ക്. അപ്പൊ ഞാനത് ചോദിച്ചു, അപ്പോൾ എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഡീറ്റെയിൽസ് അയക്കി ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചതാണ്, നിങ്ങളൊക്കെ ഇത്രയും വളരാൻ കാരണം ഞങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പറഞ്ഞു, ഞാൻ മോളെ അല്ലെങ്കിൽ മോനെ വെറുതെ കിട്ടുന്നതല്ല ക്യാഷ്, ഞാൻ വീഡിയോസ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്, ഫേക്ക് ആണില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ചെയ്തു, പോയി തരത്തിൽ കളിക്കട മോനെ എന്നും പറഞ്ഞു. ഞാൻ എനിക്ക് ദേഷ്യമാണ് പറഞ്ഞാണ്, കാരണം അത് ഫേക്കാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മെസ്സേജ് അയക്കണമൊക്കെ എന്താ അറിയോ, ചില ആൾക്കാർക്കൊന്നും Instagram അക്കൗണ്ട് ഇല്ല. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് വന്നപ്പോൾ പോലും കൂടി ഞാൻ അയക്കും മെസ്സേജ്. ഞാൻ അവസാനം പറയാട്ടോ. അപ്പോൾ ഞാനൊരു വോയിസ് അയച്ചു.
എന്റെ മോളെ അല്ലെങ്കിൽ മോനെ, ഇപ്പൊ അത് മോനാണെന്ന് എനിക്ക് തോന്നുന്നത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണം. ഇപ്പൊ ഞാൻ പറയില്ല, ഞാൻ 3-4 വർഷമായിട്ട് യൂട്യൂബായിട്ട് മുന്നിക്കൊണ്ട ഒരാളാണ്. എന്റെ ഓരോ ഇതും എന്റെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബ് ആൾക്കാർ, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ വിജയം. അതല്ലെന്ന് ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ഫേക്ക് ഇത് ശരിക്കും സത്യം എനിക്ക് പണ്ടായി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. എന്നാലും കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു നിങ്ങൾക്ക്. നിങ്ങളെ ഫോണിന്റെ 2 അടവോ 3 അടവോ 4 അടവോ ഇത്ര എനിക്കറിയില്ല. അത് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങൾക്ക് അയച്ചിരില്ലേ. ഡീറ്റെയിൽസ് അയച്ചതോടെ അയച്ചു തരില്ല നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഫേക്കാണ് നിങ്ങൾ. എന്തിനാ ഇപ്പം എന്തോ ഇതേപോലെ ഒറിജിനലായിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് പോലും കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞ ഒരാളല്ല ഞാൻ. എവിടുന്ന് കയറി വരണമെന്ന് നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പറയിപ്പിക്കും. വഴി അയ്യ വിട്ടിട്ട് പോടോ ഫേക്ക്. ഞാൻ വെറുതെ നമ്മൾക്ക് തെറി പറയാൻ അറിയാണ്ടല്ല. അങ്ങനെയാണ് ഞാൻ വോയിസ് അയച്ചത്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് അയച്ച മെസ്സേജാണ്. കണ്ടാ സുജിൻ പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞപ്പോ അവിടെ രണ്ടാമത് മെസ്സേജ് പൈസ അയച്ചെന്നാൽ മതി, എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടെന്നാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത പറയണം ഞങ്ങൾ കാരണമാണ് നിങ്ങൾ ഈ സെലിബ്രിറ്റി ആയത്, നിങ്ങൾ പണം കിട്ടുന്നത് അല്ല. ഇപ്പൊ ഈ പറയുന്ന വ്യക്തി ആ ചാനൽ നിർത്തിപ്പോയിങ്ങായിരിക്കും, നിങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് കാശ് കൊടുക്കോ? ഞാൻ ഇതേപോലെ ഡയലോഗ് അടിക്കുന്നവരാണ് ചോദിക്കുന്നത്. ആ വ്യക്തി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നു, ആ വ്യക്തിയുടെ ഇന്റർനെറ്റ് വെച്ച് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ എന്റർടൈൻമെന്റ് ആണ് കാണുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ്, എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണൂല. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോ കാണും. ചിലർ മാത്രമായിരിക്കുള്ളൂ ഓക്കെ അത് ഓണാക്കിയിട്ടേക്കാം. അത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും അവന്റെ ചാനലിൽ റീച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഓണാക്കിയിട്ട് പോകും. ബാക്കിയുള്ളവരൊക്കെ ചെയ്യണം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രം ചാനൽ കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രം. ശരിയാണ്, നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബർ കാരണമാണ് നമുക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു 4 ആൾ അറിയണമെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് 15K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ 15K സബ്സ്ക്രൈബറിൽ എനിക്ക് ആരെയും തന്നെ അറിയില്ല. എനിക്ക് അറിയാവുന്നവർ തന്നെ 1-2 പേരുണ്ടാവുള്ളൂ. പക്ഷെ അത്രയും പേരുള്ളത് കൊണ്ടാണ് എന്റെ ചാനൽ ഈ പറയുന്ന രീതിയിലായിരുന്നതും. ഇതിനു മുമ്പ് എന്റെ ചാനൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നതാണ്. ഇതേപോലെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് എന്റെ ചാനൽ നല്ല പോലെ റീച്ച് ഉണ്ടായിരുന്ന ചാനലാണ്. ഒരു 10-200 വീഡിയോസ് കളഞ്ഞതിന് ശേഷം പിന്നീട് എന്റെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അന്നുണ്ടായിരുന്ന ആൾക്കാർ എന്നെ അന്ന് അത്രയും പോലെ എന്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കി തന്ന ആൾക്കാരൊക്കെ അവിടെ പോയി. കാരണം ഒരാളെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുമ്പോ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ട എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഫേക്ക് ആണ് എന്ന് മനസ്സിലാവാൻ തന്നെ കാരണം എന്ന് വെച്ചാല്, ആദ്യം പൈസ അടക്കാം, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ അടക്കാൻ പറ്റില്ല, പണം കിട്ടിയാൽ മതി. അത് നടക്കൂല എന്ന് പറഞ്ഞപ്പോ തന്നെ സ്വഭാവം മാറിയാണ്. അത് വരെ കാണിച്ചിരുന്ന ആരാധനയൊക്കെ മാറിയിട്ട് പിന്നെ എന്തോ ഈ പണം ചോദിച്ചവന്റെ അടിമയെ പോലെയാണ്. അല്ലെങ്കിൽ അവനാണ് തിന്നാൻ തരുന്നത്, അവനാണ് ഈ പൈസ തരുന്ന രീതിയിൽ എടുക്കണ പണം ഞാൻ തന്നതല്ലേ എന്ന രീതിയിലുള്ള ചോദ്യമായി. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. നീ ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളെപ്പോലുള്ളവർ കാരണമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാത്തതെന്ന്. ശരിയാണ്. ഇപ്പൊ ഇതേപോലെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മ ഒരു ആവശ്യമുള്ളവൻ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാൻ മടിയാക്കും. അത് വല്ല ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും എന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ പലരും നമ്മൾക്കറിയാവുന്നവരെ പലരെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ ഒക്കെ ഓരോ അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് അവരാണ് എന്ന രീതിയിൽ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് പൈസ ചോദിക്കല്. ഇതൊക്കെ ഇപ്പൊ ഒരു സ്കാം പോലെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ സൊസൈറ്റിയിൽ. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ വളരെയേറെ നല്ലതാണ്. അത് കൂടുതൽ ആളുകൾക്ക് എത്തിയപ്പോ അതിനേക്കാളേറെ ഈ പറയുന്ന നടക്കാൻ തുടങ്ങി. മനസ്സിലായേ? ഏതൊക്കെ രീതിയിൽ എല്ലാവരും പറ്റിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഇന്ന് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചവനക്ക് കൊടുത്ത മറുപടിയാണ് ഈ പറഞ്ഞ സുജിൻ തെറി വിളിച്ചതെന്നും പറഞ്ഞിട്ട് അതേ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്തു. ആ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് എന്തോ ഒരാളെന്തോ കണ്ടിട്ടുണ്ടായുള്ളൂ. ആ ഒരാൾ ഞാനായിരുന്നു തോന്നണം. പുതിയതായിട്ട് തോന്നിയ ഒരു 5-6 സബ്സ്ക്രൈബർ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ അത് ആരാണ് ഇട്ടതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിലാവുന്നുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തത്? ഇങ്ങനത്തെ ഒരു വിഷയമാണെന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് കാണാൻ ഒരുപാട് പേര് ചെല്ലും എന്നതുകൊണ്ടാണ്. ഇനി അവസാനം ഈ പറഞ്ഞ തെറി പറഞ്ഞു എന്ന് പറഞ്ഞല്ല, ആ തെറി സുജിൻ തന്നെ തന്റെ ചാനലിൽ കൂടി കാണിക്കേണ്ടത്. അത് നമുക്ക് കണ്ടുനോക്കാം. നിങ്ങൾ വായിച്ചു കണ്ടോ? നിങ്ങൾ തന്നെ വായിച്ചു. ഞാൻ വായിക്കണില്ലേ? കണ്ടോ? ഇതാണ് അവരയച്ച മെസ്സേജ്. കണ്ടോ? ബോലോ കൂടായ്പാണ് ആണ് എന്നെനിക്കറിയാം. നീ എന്നോട് തരത്തിൽ പോയി കളിക്കാൻ പറയാൻ നീ ആരാണ്? ആദ്യം നീ പോയി നിന്റെ തന്തയെ കൂട്ടിക്കൊണ്ടുപോവാ. കണ്ടോ? ഇതാണ് അവരയച്ചട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് ആണ് ഇത്. മലരെ
ഇത്ര നേരം ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ. വെറുതെ ഇപ്പൊ നീ കാണിക്കുന്നത് കണ്ടോ, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ വെറുതെ. കാരണം ഞാനതിൽ കുറച്ച് തെറിയാണ് പറയണത്. അത് ഫുള്ളായിട്ട് കേൾപ്പിച്ചിറങ്ങി നിന്റെ ഭാഗത്ത് ഞാൻ വേറെ തെറ്റ് കാട്ടില്ല, കാണിച്ചത് ഫുള്ളായിട്ട്. ഈ വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞത് മുന്നിക്ക് പോകും. നിനക്ക് അത്ര വല്ല നിന്റെ ഉണ്ടെങ്കിൽ നീ ചെറുപ്പശ്ശേരിക്ക് വാ. ചെറുപ്പശ്ശേരി വന്നിട്ട് മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും. ഞാൻ നേരെ മഞ്ചക്കല്ലിക്ക് വന്നി, അവിടെ ഉണ്ട് ഞാൻ. അത്ര വല്ല ചങ്കുറപ്പുള്ള തന്തക്കത് ഉണ്ടായതാണെങ്കിൽ ഈ നേരിട്ടൊന്നൊരു വിളിക്ക്. അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ആർക്കും പറ്റും കേട്ടാ. ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. പിന്നെ അവരിന്ന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞാനത് എടുത്തിട്ട് നോക്കിയിട്ടില്ല. കേട്ടെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ട പോലെ കൊടുത്തു. ആ മറുപടിയാണ് ഇന്ന് സുജിന്റെ തെറി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതും. അപ്പൊ ഇതില് സുജിന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റും പറയാൻ പറ്റില്ല. അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട മറുപടി കൊടുത്തു എന്ന് തന്നെ പറയുള്ളൂ. പിന്നെ കൃത്യമായിട്ട് തന്നെ വെല്ലുവിളിച്ച് ഇങ്ങനെ വെറുതെ ഉടായ്പ കാണിക്കുന്നതിനേക്കാൾ നീ ചെല്ല്, അന്വേഷിച്ചല്ലേ, എന്നിട്ട് നിന്റെ ബലം കാണിച്ചു കൊടുക്കുക. എത്ര ഞാൻ പറയാനുള്ളൂ. ഇതുവരെ സുജിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തെങ്കിലും നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുള്ളൂ. അതിന് ഒരു തരത്തിലുള്ള, അത് ആർക്കെതിരാണെങ്കിലും. ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെഫീന ബീവി എനിക്കൊരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിന് പറയേണ്ട കാര്യങ്ങൾ കുറ്റപ്പെടുത്താനൊന്നല്ല, അവർ പറഞ്ഞ ശരിയായ കാര്യമാണ്. അപ്പൊ അത് എന്റെ ഭാഗം കൂടി അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം. ഓക്കെ, ബൈ.